പത്തനംതിട്ട കോന്നി സ്വദേശിയായ ആദിത്യ മനോജ് 14 വയസ്സാണ് പ്രായം. ഈ 14ാമത്തെ വയസ്സ് വരെ രചിച്ചത് 250 കവിതകളാണ്. അച്ഛന്റെ അകാല വിയോഗം ഉൾപ്പെടെയുള്ള തീരാത്ത വേദനകൾ പേറിയാണ് ആദിത്യ കവിതകൾ രചിച്ചത്. ആരും അറിയാതെ സ്വന്തം ഡയറിയിൽ കുറിച്ച കവിതകൾ ഇന്ന് പുസ്തക രൂപത്തിൽ പ്രകാശനത്തിനൊരുങ്ങുകയാണ്. അച്ഛൻ മനോജിന്റെ അകാല വിയോഗം, ജീവിതം വഴിമുട്ടിയ അമ്മയുടെയും മൂത്ത സഹോദരിയുടെയും പ്രയാസങ്ങൾക്കിടയിലൂടെയാണ് ആദിത്യ വളർന്നത്. സങ്കടം വരുമ്പം എഴുതി പോകും. സ്കൂളിൽ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാതെ ഞാൻ തന്നെയാണ് ഒറ്റപ്പെട്ടത്. ആരും ഇല്ല എനിക്ക് കൂട്ട്. സ്ത്രീകളുടെ ആരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണിത്. കൂട്ടുകാരും അധികമില്ലാതെ ഒറ്റപ്പെട്ട ജീവിതം. പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്ന കവിതകളാണ് എഴുതാനുള്ള പ്രേരണ ആദിത്യക്ക് നൽകിയത്. ആരുമറിയാതെ സ്വന്തം ഡയറിയിൽ കവിതകൾ എഴുതി തുടങ്ങി. ഡിസംബർ ഒക്കെ തൊട്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. അഞ്ജു എന്ന് പറഞ്ഞ ചേച്ചിയുടെ കവിത വായിച്ച് എനിക്കിഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ എഴുതാൻ തുടങ്ങിയത്. ജീവിത സാഹചര്യങ്ങളോട് പോരാടുന്ന അമ്മ അനിത റോഡരികിൽ നടത്തുന്ന ചായക്കടയാണ് ഏക ഉപജീവന മാർഗം. അതിജീവന പാതയിൽ വളരെ വൈകിയാണ് മകളുടെ കഴിവുകൾ ആ അമ്മ തിരിച്ചറിഞ്ഞത്. ആദ്യം ആരും എന്നെ ഞാൻ കവിത എഴുതുന്ന വിശ്വസിച്ചില്ല. ആരും എന്നെ അത്ര മനസ്സിലാക്കിയില്ലായിരുന്നു. പിന്നെ ഞാൻ കൊണ്ട് കാണിക്കുമ്പോഴും പറയും കവിതയല്ല വേറെ ആരുടെയും എടുത്തതാണോ അങ്ങനെയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, ചേച്ചിയായാൽ പോലും. അവസാനം ഞാൻ അമ്മയുടെ കൊണ്ട് മേളത്തെ ചേച്ചി എൻ്റെ ആദ്യം മുതലുള്ള കവിത വായിച്ച് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട് എന്നോട് പറഞ്ഞ് ഈ എന്തെങ്കിലും മാഗസീനിലൊക്കെ കാണാൻ അയച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് അവിടുത്തെ ചേച്ചി എനിക്ക് സപ്പോർട്ട്, അവിടുത്തെ ആൻറ്റി അവരാണ് എനിക്ക് സപ്പോർട്ട് ചെയ്തത്. ഇപ്പം എല്ലാവരും സപ്പോർട്ടാണ്. ഞാൻ 100 കവിത എഴുതിയെന്നൊക്കെ പറഞ്ഞപ്പോൾ സങ്കടം വരുമ്പം കരയുമല്ലോ. അപ്പം അങ്ങനെ എൻ്റെ മിഴുനീർ കവിതകൾ എന്നാക്കി. കവിതകളാണ് ഈ ഒരു ചെറിയ ഡയറിയിലുള്ളത്. മൊത്തം 250 കവിതകൾ ഇതുവരെ എഴുതി. ഈ 250 കവിതകളിലും ഓരോ വാക്കുകളിലും ഓരോ വരികളിലും നമുക്ക് ആദിത്യയുടെ നെഞ്ചിൽ അണയാതെ കിടക്കുന്ന ഓരോ നൊമ്പരങ്ങളും വായിച്ചറിയാൻ പറ്റും. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. നിതിൻ തോമസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. നിതിൻ, എൻ്റെ മിഴുനീർ കവിതകളല്ലേ, ആ കുട്ടി പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നോക്കും, വിഷമം വരുമ്പോൾ ആ കുട്ടി കവിത എഴുതും. ഓ അങ്ങനെയാണോ എന്ന് ചോദിച്ചു പോണ ഒരു കാര്യമില്ല. ആ കുട്ടിയാണെങ്കിൽ പറഞ്ഞപ്പോൾ എനിക്ക് സ്കൂളിൽ അങ്ങനെ സുഹൃത്തുക്കളൊന്നും ഇല്ല, ഞാൻ ഒറ്റപ്പെട്ടാണ് നിൽക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് ഒരു കുട്ടി ഇങ്ങനെ പറഞ്ഞു പോകുന്നത് എന്ന് സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിച്ചു പോകും. അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ്, ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന കുട്ടിയാണ്. അവളുടെ കാര്യങ്ങളെല്ലാം, ആ വേദനകളെല്ലാം കവിതയായിട്ട് എഴുതുകയാണ്. ആരെങ്കിലും അകറ്റി നിർത്തിയതാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവർ കൂടി കേൾക്കണം. ആ കവിതകളെല്ലാം പുസ്തകമായിട്ട് വരാൻ പോവുകയാണ്. 14ാം വയസ്സിൽ ആദ്യത്തെ എഴുതി തീർത്ത കവിതകളിൽ നിന്നും എടുത്തിരിക്കുന്ന 47 കവിതകളാണ് ഇപ്പോൾ ഒരു പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കാൻ പോകുന്നത്. ഫിറോസ് കോന്നി എന്ന ഒരു സാംസ്കാരിക പ്രവർത്തകനാണ് ഈ കുഞ്ഞിനെ ഈ കവിതകൾ ഒരു പുസ്തക രൂപത്തിലേക്ക് മാറ്റാനും പുസ്തകം പ്രകാശനം ചെയ്യാനും ഒക്കെ സഹായിച്ചിരിക്കുന്നത്. തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ട വാക്കുകളാണിത്. പക്ഷേ 14ാം വയസ്സിൽ 250ഓളം കവിതകൾ അല്ലെങ്കിൽ ഡയറിയിൽ എഴുതിയ വാക്കുകൾ ഒരു കവിതകൾ പോലെ എഴുതാൻ ഈ കുട്ടിക്ക് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും അധികം ശ്രദ്ധയാകർഷിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് 1.5 വയസ്സിലാണ് ഇവളുടെ അച്ഛനെ നഷ്ടപ്പെടുന്നത്, ആദിത്യക്ക് അച്ഛനെ നഷ്ടപ്പെടുന്നത്. അതിനുശേഷം ഉപജീവനത്തിനായി കഷ്ടപ്പെടുന്ന അമ്മയും മൂത്ത സഹോദരിയും, ഇവരെ കണ്ടാണ് ഇവൾ വളരുന്നത്. ആ ഒരു വളർച്ചയിൽ ഇവൾ ഒറ്റപ്പെട്ടു പോയതായിട്ടും അല്ലെങ്കിൽ ഒരുപാട് വിഷമങ്ങൾ, അച്ഛനെ നഷ്ടപ്പെട്ട വിഷമം, അതുപോലെ തന്നെ സ്കൂളിലൊക്കെ പോയാൽ അധികം കൂട്ടുകാരില്ല, വീടിനോട് ചേർന്നും ഒക്കെ ഒരുപാട് കൂട്ടുകാരൊന്നും ഇല്ലാത്തൊരു സാഹചര്യം, അങ്ങനെ ഒരു ഒറ്റപ്പെടലിൽ ജീവിക്കുന്ന ഒരു കുട്ടി. ആ ഒരു ഒറ്റപ്പെടലിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു വിഷമങ്ങളിൽ നിന്നുമാണ്
ഇത്രയധികം കവിതകൾ എഴുതാനുള്ള ഒരു പ്രോത്സാഹനം അവൾക്ക് ലഭിക്കുന്നത്? ഈ ഒറ്റപ്പെട്ട നിമിഷങ്ങളിലൊക്കെ ഇവൾ പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വന്നിരുന്ന കവിതകൾ വായിക്കുമായിരുന്നു. ആ കവിതകൾ ഇവൾക്കൊരു പ്രചോദനമായി കവിതകൾ എഴുതാൻ, അല്ലെങ്കിൽ ആരും അറിയാതെ, അവൾ നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആരും അറിയാതെ തൻ്റെ ഡയറിയിൽ കുറിച്ചിട്ട കവിതകളാണ്. പിന്നീട് ഇത് വീട്ടുകാരും അല്ലെങ്കിൽ അവൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, തൊട്ടപ്പുറത്തെ ചേച്ചി ഇത് വായിച്ച് കേൾപ്പിക്കുമായിരുന്നു എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇത് പുറത്തറിയുകയാണ്. പുറത്തറിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാവുന്നത് ഇത്രമാത്രം അല്ലെങ്കിൽ ഇത്രയധികം കവിതകൾ ഇവൾ എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ ആ കവിതകളിലൂടെ കണ്ണോടിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യമുണ്ട്. അവളുടെ ഉള്ളിലെ വിഷമങ്ങളാണ് ആ കവിതകളിലൂടെ അവൾ പുറത്തേക്ക് എഴുതിയിരിക്കുന്നത്. ഓരോ വാക്കിലും ഓരോ കവിതയിലും ഓരോ കവിതയിലെയും ഓരോ വരികളിലും വാക്കുകളിലും ആ ഒരു വിഷമം നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ അവളുടെ ഉള്ളിലെ സങ്കടം നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും മികച്ച ഒരു നമുക്കത് മനസ്സിലാകും. ഉള്ളിൽ ഒരുപാട് വിഷമങ്ങളുണ്ട്. അതാണ് 250 കവിതകളായിട്ട് പിറന്നത്. അതെല്ലാം ഒരു പുസ്തകമായിട്ട് വരാൻ പോവുകയാണ്. ഇനി പറയാനുള്ളത്, വിഷമിക്കരുത്, ഒറ്റപ്പെട്ട് നിന്നാലും സന്തോഷിക്കാനുള്ള ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാകും. അതിന്റെ ആദ്യ പടിയാണ് പുസ്തകം. ഒരു കഴിവ്, ആ ഒരു ഭാഗ്യം അത് എല്ലാവർക്കും ലഭിക്കുന്നതല്ല. ഇനിയും മുന്നിലേക്ക് പോകുക, സന്തോഷത്തോടു കൂടി നിൽക്കുക. നിതിൻ തോമസ് ആണ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത്.